ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ ഒരു ആനിമയുടെയോ റിവ്യൂ അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പകരം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് 20th സെഞ്ച്വറി ബോയ്സ് എന്നുള്ള ഒരു മാങ്ക സീരീസിനെ പറ്റിയാണ്. കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നവോക്കി ഉറസാവ ഈ ഒരു മാങ്ക ആർട്ടിസ്റ്റിനെ പറ്റി എത്ര പേർക്കറിയാം? മോൺസ്റ്റർ സീരീസിലൂടെ ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ടുള്ള മാങ്ക ആർട്ടിസ്റ്റാണ് നവോക്കി ഉറസാവ എന്നുള്ളത്. ഒരു ടോപ്പ് റെക്കമെൻഡഡ് മാങ്ക ആയതുകൊണ്ടും മോൺസ്റ്റർ സീരീസിൻ്റെ അതേ ഓതർ ആയിട്ടുള്ള നവോക്കി ഉറസാവയുടെ ഒരു മാങ്ക ആയതുകൊണ്ടുമാണ് ഈ ഒരു മാങ്ക വായിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പറയാലോ, അക്ഷരം തെറ്റാതെ വിളിക്കാം മാസ്റ്റർ പീസ് എന്ന് തന്നെ. മോൺസ്റ്റർ സീരീസ് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും 20th സെഞ്ച്വറി ബോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു മാങ്കയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താണ് ഈ ഒരു മാങ്കയുടെ ഒരു പ്ലോട്ട്? കെഞ്ചിയും അവൻ്റെ കുറച്ച് കൂട്ടുകാരും ചെറുപ്പത്തിൽ അവരുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ അവർക്കായി തന്നെ ഒരു സിമ്പിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു സിമ്പിളിനോടൊപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തും അറ്റാക്ക് നടത്തുന്ന ഈവിൾ ഓർഗനൈസേഷനെതിരെ പൊരുതുന്ന ഹീറോസായി കെഞ്ചിയും അവൻ്റെ കൂട്ടുകാരെയും ചിത്രീകരിച്ചുകൊണ്ട് ഒരു കഥ എന്ന രീതിയിൽ ബുക്ക് ഓഫ് പ്രോഫസീസ് എന്ന ഒരു ബുക്കും അവരെഴുതുന്നു. എന്നാൽ വളർന്നു വലുതായപ്പോൾ അവരറിയുകയാണ്, ഇതേ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടും ഇതേ ബുക്ക് ഓഫ് പ്രോഫസിയിലെ ഈവിൾ ഓർഗനൈസേഷൻ്റെ അജണ്ടയെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാൾ നയിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. സിൻസ് ബുക്ക് ഓഫ് പ്രോഫസീസിനെ പറ്റി അറിയാവുന്നത് ഇവർക്ക് മാത്രമായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൻ്റെ അടുത്ത നീക്കങ്ങളും അറിയാവുന്നതും ഈ കെഞ്ചിക്കും അവൻ്റെ കൂട്ടുകാർക്കും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിനെ തടയാൻ നോക്കുന്നതാണ് കഥയുടെ പ്രതിപാദ്യ വിഷയം. എന്നാൽ ഇവരെ കൺസേൺ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോഗോയെ പറ്റിയും ബുക്ക് ഓഫ് പ്രോഫസിയെ പറ്റി അറിയുന്നതും ഇവർക്ക് മാത്രമാണ്. എന്നാൽ ആരായിരിക്കും ഈ ഫ്രണ്ട്? അതിന് പുറത്തു നിന്നുള്ള ഒരാളാണോ അതോ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാൾ തന്നെയാണോ? സീരീസിൽ ഉടനീളം നമ്മളെ കൊണ്ട് ത്രില്ലടിപ്പിച്ച് ചോദിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്, ആരാണ് ഫ്രണ്ട്? ഈ മാനിപ്പുലേഷൻ, എവരിത്തിങ് അക്കോർഡിംഗ് ടു മൈ പ്ലാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാങ്ക ഇഷ്ടപ്പെടും. ഭയങ്കര ഡാർക്കായിട്ടും ഒരുപാട് മിസ്റ്ററികളായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു മാങ്കയാണിത്. മോൺസ്റ്റർ സീരീസിലേതുപോലെ വളരെ വലിയൊരു ഡേഞ്ചറസ് ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വില്ലനും ആ വില്ലൻ്റെ കറന്റ് ലെവൽ അനുസരിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത എന്നാൽ ആ വില്ലനായിട്ട് മുമ്പൊക്കെ എന്തോ കണക്ഷൻ ഉള്ള നായകനും. സൈഡ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സൈഡ് ക്യാരക്ടേഴ്സാണ് ഈ ഒരു സീരീസിലുള്ളത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, കെഞ്ചിയുടെ ആ ഒരു ഫ്രണ്ട് സർക്കിള്, അവരാണ് ഈ ഒരു സീരീസിൽ ഉടനീളം നിൽക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. പ്രൊട്ടാഗനിസ്റ്റ് റോൾ വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടാഗനിസ്റ്റ് വൈബ് നൽകുന്ന മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസിലുണ്ട്. മെൻറ്റാലിറ്റിയും ഒബ്ജക്റ്റീവും എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഒറ്റ കാര്യം പറയാലോ, മാസ്ക് ഇട്ട ഒരു യോഹാൻ ലീബർട്ട് തന്നെയാണ് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ വ്യക്തി. ഇതിനെ ഒരു ആനിമെ അഡാപ്റ്റേഷനായി കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയും മികച്ച ഒരു ആൻറ്റാഗനിസ്റ്റിനെ വേറെ കാണില്ലായിരിക്കും. നവോക്കി ഉറസാവയുടെ ഈ ഫ്രണ്ടിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മറ്റൊരു ക്യാരക്ടറേ ഉള്ളൂ, അത് നവോക്കി ഉറസാവയുടെ യോഹാൻ ലീബർട്ട് തന്നെ. അത്രയും അടിപൊളിയായുള്ള ഒരു ആൻറ്റാഗനിസ്റ്റാണ് ഈ ഫ്രണ്ട് എന്നുള്ളത്. ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ വേണ്ടി വരും. അതായത് ഈ ചരിത്രത്തിലേക്കും വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ജീസസ് ആണ്. ആ ജീസസിനെ ആളുകൾ ഗോഡായിട്ടാണ് കാണുന്നത്. എന്നാൽ മരണത്തിൽ നിന്നും ഒരാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റാൽ അയാളെയും ആളുകൾ ഗോഡായി തന്നെയായിരിക്കും കാണുക. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ ഈ ഒരു മാങ്ക വായിച്ച് തന്നെ അറിയേണ്ടതാണ്. നല്ലൊരു ആനിമേഷൻ സ്റ്റുഡിയോ ഏറ്റെടുത്ത് വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിനെ ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമകളിൽ ഒന്നായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തെന്നാലും 20th സെഞ്ച്വറി ബോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു മാങ്കയെ പറ്റി എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഒരു മസ്റ്റ് റീഡ് മാങ്ക തന്നെയാണ് ഇത്.